മാർച്ച് 17 നോമ്പുകാലത്തിലെ 4-ാം ആഴ്ചയിലെ ചൊവ്വാഴ്ച. യോഹന്നാൻ 5:1-16 വരെ വാക്യങ്ങൾ. ഒരിക്കൽ 2 തവളകൾ ക്രീം നിറച്ച ഒരു ബക്കറ്റിൽ അബദ്ധത്തിൽ വീണു. ആ ലോഹ ബക്കറ്റിൻ്റെ അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ ഏതാണ്ട് 1 മണിക്കൂറോളം ശ്രമിച്ചു. അവസാനം ക്ഷീണിതനായ തവളകളിൽ ഒന്ന് പറഞ്ഞു, "ഇത് ഉപയോഗശൂന്യമാണ്, നമ്മുടെ വിധി ഇതാണ്" എന്ന് പറഞ്ഞ് അത് ആ ക്രീമിൽ മുങ്ങിച്ചത്തു. എന്നാൽ 2-ാമത്തെ തവള തൻ്റെ ശ്രമം ഉപേക്ഷിച്ചില്ല. അവൻ പിന്നെയും പരിശ്രമിച്ചു, ചാടി, ഓടി. പെട്ടെന്ന് ആ ക്രീമിൽ വെണ്ണ രൂപപ്പെട്ടു. ഇപ്പോൾ അവന് തൻ്റെ ഒരു കാൽ ആ വെണ്ണയിൽ ചവിട്ടി ബക്കറ്റിൽ നിന്ന് പുറത്തു ചാടാൻ കഴിഞ്ഞു. ഇന്നത്തെ സുവിശേഷത്തിലെ മനുഷ്യൻ കാണിച്ചത് ഇത്തരത്തിലുള്ള ഒരു സ്ഥിരോത്സാഹമായിരുന്നു. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് യേശു ജെറുസലമിലേക്ക് യാത്ര ചെയ്യുന്നതോടെയാണ്. അവൻ പട്ടണത്തിൽ പ്രവേശിച്ച കവാടത്തിനരികെ ബെത്സൈദ എന്നൊരു കുളമുണ്ടായിരുന്നു. അതിനു ചുറ്റും ധാരാളം രോഗികളും മുടന്തരും ഉണ്ടായിരുന്നു. 38 വർഷമായി അവിടെ ഒരാൾ കിടന്നിരുന്നു. 38 വർഷം ഒരു പൊതുസ്ഥലത്ത് താമസിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? അയാൾ എത്രമാത്രം ശാരീരികമായും വൈകാരികമായും ആത്മീയമായും തളർന്നിരിക്കണം. യേശു ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ ആ തറയിൽ കിടക്കുന്ന മനുഷ്യനെ കണ്ടു. അവിടുന്ന് നിശബ്ദമായി ആ മനുഷ്യൻ്റെ അടുത്തേക്ക് നടന്ന് ലളിതവും എന്നാൽ വളരെ പ്രസക്തവുമായ ഒരു ചോദ്യം ചോദിച്ചു. "നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ?" രോഗശാന്തി പ്രക്രിയയിൽ വ്യക്തിപരമായ ആഗ്രഹത്തിൻ്റെയും പരിവർത്തനത്തിനായുള്ള സന്നദ്ധതയുടെയും അനിവാര്യമായ പങ്ക് ഈ ചോദ്യത്തിന് അടിവരയിടുന്നു. മാറ്റവും പുനഃസ്ഥാപനവും സ്വീകരിക്കാനുള്ള ഒരു വ്യക്തിയുടെ സന്നദ്ധതയുടെ പ്രാധാന്യം ഇതെടുത്ത് കാണിക്കുന്നു. "എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്കുക" എന്ന് യേശു ആ മനുഷ്യനോട് കൽപ്പിക്കുമ്പോൾ അത് ശാരീരിക രോഗശാന്തിയെ മാത്രമല്ല, പിന്നെയോ ഉടനടി പ്രവർത്തിക്കാനും വിശ്വാസത്തിനുമുള്ള ആഹ്വാനത്തെയും സൂചിപ്പിക്കുന്നു. ഒരു പുതിയ ലോകം ഈ മനുഷ്യന് വേണ്ടി തുറക്കപ്പെടുകയാണ്. ലളിതവും എന്നാൽ രോഗശാന്തി നൽകുന്നതുമായ ആ വാക്കുകൾ ആ മനുഷ്യനെയും അവൻ്റെ ജീവിതത്തെയും എന്നേക്കുമായി മാറ്റിമറിച്ചു. സ്വീകരിക്കാൻ എത്ര അത്ഭുതകരമായ ഒരു സമ്മാനം! പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുസഭ അയർലൻഡിൻ്റെ രക്ഷാധികാരിയായ വിശുദ്ധ പാട്രിക്കിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇന്നത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന നമുക്ക് ആവർത്തിച്ചുകൊണ്ടേയിരിക്കാം. യേശു എന്നരികിൽ, യേശു എൻ്റെ മുമ്പിൽ, യേശു എൻ്റെ പിന്നിൽ, യേശു എൻ്റെ ഉള്ളിൽ, യേശു എൻ്റെ കീഴിൽ, യേശു എൻ്റെ മുകളിൽ. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.